അടവച്ച് വിരിഞ്ഞ നമ്മുടെ തള്ളക്കോഴിയും പിള്ളേരുമാണേ. ഒരാഴ്ചക്കകേ ആവുള്ളൂ പ്രായം, ഒരാഴ്ച ആവും അത്ര തന്നെ. തള്ളക്കോഴിയും പിള്ളേരും വേണ്ട കണ്ട, അവരെല്ലാവരും കൂടി അമ്മക്കോഴിൻ്റെ കൂടത്തിൽ ഇങ്ങനെ നടപ്പാണ്. ഇച്ചിരി വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കാൻ സമ്മതിക്കില്ല തള്ളക്കോഴി. അവളാണ് ഇങ്ങനെ പറന്ന് കുത്തണ ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഏരിയ കയറിയ കുത്തി ഓടിക്കും എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ പിന്നെ അതിനെ ശല്യപ്പെടുത്താനായിട്ട് അങ്ങോട്ട് കയറാറുമില്ല. പിന്നെ ഇച്ചിരി ചൂടല്ലേ എന്ന് വെച്ച് ഇച്ചിരി വെള്ളം കൊടുക്കാൻ ചെന്നതാണ്. അവളാണേലും ഞങ്ങളെയും കൊത്തി, ആ വെള്ളത്തിനെയും തട്ടിമറിച്ച്, ആ കുഞ്ഞുങ്ങളെ വെള്ളവും കുടിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴും ചിറഞ്ഞ് വരുവാണ്, ഞങ്ങളെങ്ങാണ്ട് ഉപദ്രവിക്കാൻ വന്ന പോലെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇച്ചിരി വെള്ളം ഇതിൽ ഒഴിച്ച് വെച്ച് കൊടുത്തു. കാരണം ഇത് വലിയ കുഴിയുള്ള പാത്രത്തിൽ വെച്ച് കൊടുത്താലേ കുഞ്ഞുങ്ങൾ മുങ്ങിപ്പോവും. അല്ലെങ്കിൽ ഇത് ആ പാത്രം മറിഞ്ഞ് കുഞ്ഞിൻ്റെ മണ്ടയിൽ കൂടെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മരിക്കും. അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ച് ഒരു പരന്ന പ്ലേറ്റിൽ ഇച്ചിരി വെള്ളം വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഈ ചേച്ചി നമ്മളെല്ലാവരെയും ഓട്ടിച്ചിട്ട് കുത്തുവാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവള് വിചാരിക്കുവാണേ ഞാൻ എന്താണ് പറയണത്, എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ആശാട്ടിയെ. ഇങ്ങനെ നോക്കുകയാണ്. ഞങ്ങൾ ഇച്ചിരി വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ ആ കമ്പെടുത്തിട്ടേ ഇച്ചിരി വെള്ളം എടുത്ത് നീക്കി അകത്തോട്ട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവൾ വന്ന് കുത്തുന്നെങ്കിലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഉണ്ടോ ഉണ്ടോ ഇങ്ങോട്ട് വായോ, ഒരു കുഞ്ഞു പെണ്ണിന് വെള്ളം വേണം. പക്ഷെ അമ്മയുടെ അടുത്തുനിന്ന് തിരിഞ്ഞു വരാൻ ധൈര്യമില്ല. നല്ല അനുസരണമുള്ള പിള്ളേരാണ് കേട്ടോ. അമ്മ നിൽക്കുന്ന പരിസരത്തിൻ്റെ അപ്പുറത്ത് നിന്ന് മാറി വരത്തുപോലുമില്ല. കണ്ടോ, ആൾക്ക് ഇച്ചിരി പിള്ളേർക്കൊക്കെ ഇച്ചിരി ദാഹിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി വെള്ളം വേണമെന്നുണ്ട്. പക്ഷെ അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് ഇച്ചിരി ഒരു സങ്കടമുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് വന്ന് വെള്ളം കുടിക്കാനുള്ള ധൈര്യവും ഇല്ല. ഒരു കുഞ്ഞി കഴുത്തിപ്പൂടെ ഇല്ലാത്തതുണ്ട് തോന്നുന്നു. ബാക്കിയെല്ലാം സാധാരണയാണ്. ഇവിടെ കരിങ്കോഴി മിക്സായിട്ടുള്ളതാണ്. 2 ഉണ്ട് തോന്നുന്നു കഴുത്തിപ്പൂരയുടെ പൂടെ ഇല്ലാത്തത്. ഒരെണ്ണേ ഉള്ളൂ വെളുപ്പ് മീൻസ് മഞ്ഞക്കോഴി. ബാക്കി കരിങ്കോഴിയുടെ മിക്സാണ് ബാക്കിയുള്ള 3-4 വേണ്ട 3-4 മുട്ട വേസ്റ്റായി. കാരണം ഇവരെല്ലാം വിരിഞ്ഞു വന്നപ്പോൾ പിന്നെ അമ്മച്ചി ഇരുന്നില്ല അവിടെ നിന്ന് അങ്ങ് എണീച്ച് കളഞ്ഞു. അപ്പോൾ അത് കാരണം ചീക്കരുത് കുഞ്ഞു പിള്ളേരെ ഉപദ്രവിക്കരുത്, ചീക്കരുത്. അമ്മക്കോഴി കുഞ്ഞു പിള്ളേരെ ഉപദ്രവിക്കരുത്, ചീക്കരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവരവരെ സൗകര്യത്തിനേ പെരുമാറുള്ളൂ. അതവരുടെ ശാസ്ത്രം. അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം അങ്ങോട്ട് കൈകടത്താറില്ല. അങ്ങനെ ഇതേ അവരുടെ ഫാമിലി. അപ്പോൾ ഇതവരുടെ ഒരു ഫാമിലി പിക്കും. അങ്ങനെയാണ് ഇന്നത്തെ കുഞ്ഞിക്കോഴികളുടെ വിശേഷങ്ങൾ. കണ്ടോ.